ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കായി കൃഷി ചെയ്യാൻ സന്നദ്ധമാവുകയാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത്. ഈ ദിനത്തിൽ നല്ല നാളേക്കും നല്ല ഭക്ഷണത്തിനുമായി കൃഷിയിൽ വിജയഗാഥ രചിക്കാൻ നമുക്ക് തയ്യാറെടുക്കാം. പ്രധാന വാർത്തകളിലേക്ക്. കോഴിക്കോട് മാവൂർ റോഡിൽ KSRTC ബസിന് തീപിടിച്ചു. ബൈക്കിനെ മറികടന്നു വന്ന ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് അപകടം. ബീച്ച് ആശുപത്രിയിൽ പുതിയ OP കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പ്രതിഷേധ സമരങ്ങൾക്കൊരുങ്ങി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റീജിയണൽ വർക്ക്ഷോപ്പിൽ ധർണ. വാർത്തകൾ വിശദമായി. കോഴിക്കോട് മാവൂർ റോഡിൽ KSRTC ബസിന് തീപിടിച്ചു. നിയന്ത്രണം വിട്ട KSRTC ബസ് വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടം. ഏകദേശം 3:15ഓടെയായിരുന്നു സംഭവം. ബസ് ഭാഗികമായി കത്തിനശിച്ചു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:15ഓടെയായിരുന്നു സംഭവം. ബൈക്കിനെ ഓവർടേക്ക് ചെയ്യവേ KSRTC ബസ് നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. കോഴിക്കോട് മാവൂർ റോഡിലായിരുന്നു അപകടമുണ്ടായത്. അപകടത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്നും ആശുപത്രി വൃത്തങ്ങൾ പറയുന്നു. മലപ്പുറം കോഴിക്കോട് TTയാണ് അപകടത്തിൽപ്പെട്ടത്. മീഞ്ചന്തയിൽ നിന്നും ബീച്ചിൽ നിന്നും ഫയർഫോഴ്സുകൾ എത്തിയാണ് തീയണച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ നിരവധി ആംബുലൻസുകളും സ്ഥലത്തെത്തി. ഏറെ നേരത്തെ ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ശ്രമങ്ങൾക്കൊടുവിലാണ് ബസ്സിലെ തീയണയ്ക്കാൻ കഴിഞ്ഞത്. ഭക്ഷ്യ ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത നേടാൻ കേരളം ഇന്ന് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന ഹോമിയോ വിദ്യാഭ്യാസ വകുപ്പ് കൺട്രോളിംഗ് ഓഫീസർ ഡോക്ടർ N. അബ്ദുൽ ലത്തീഫ്. എന്നാൽ വരും തലമുറ ഇത്തരം പദ്ധതികളുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ലോക ഭക്ഷ്യദിനത്തിൽ ജില്ലാ വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മളുടെ സംസ്ഥാനം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. എന്തോ കാരണങ്ങൾ കൊണ്ട് കൃഷിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. അടുത്ത കാലത്തായിട്ട് കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സന്നദ്ധ സംഘടനയുടെ ഭാഗത്തുനിന്നും വ്യക്തികളുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ചില മുന്നേറ്റങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി വരും തലമുറ അത് കൈകാര്യം ചെയ്യുമോ കൊണ്ടുപോകുമോ എന്നുള്ള ആശങ്കയും നമ്മളിവിടെ പങ്കുവെക്കേണ്ടതുണ്ട്. പൊതുവെ എന്തെങ്കിലും കാര്യത്തിൽ ഒരു വിദ്യാഭ്യാസം സമ്പാദിച്ച ശേഷം ജോലി കിട്ടി അതിലങ്ങ് വ്യാപൃതരാകുന്ന ഒരു സ്വഭാവമാണ് മലയാളികൾക്കുള്ളത്. ഈ സാഹചര്യം നിലനിൽക്കുമ്പോഴും സ്വന്തമായി എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ച് അതിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് ഭക്ഷിക്കുക എന്നുള്ളൊരു ശീലം നമ്മുടെ മലയാളികൾക്ക് ഇനിയും ഉണ്ടാകേണ്ടതാണ്. ഭക്തിനിർഭരമായ നവരാത്രി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ കോഴിക്കോട്ട് തളി ബ്രാഹ്മണ സമൂഹമഠത്തിൽ ബൊമ്മക്കൊലു ഒരുങ്ങി. വിവിധ വർണ്ണങ്ങളിൽ സജ്ജീകരിച്ച വിവിധ ദേവതകളും പഴങ്ങളും മൃഗങ്ങളുടെ മാതൃകകളുമാണ് ബൊമ്മക്കൊലു. ഹൈന്ദവ വിശ്വാസപ്രകാരം സകല ചരാചരങ്ങളിലും ദൈവിക സാന്നിധ്യമുണ്ട്. ഈ വിശ്വാസത്തിനാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നത്.
നാടെങ്ങും നവരാത്രി ആഘോഷങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ള നാളുകൾ വിജയദശമിക്കായുള്ള കാത്തിരിപ്പാണ്. കോഴിക്കോട് തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ നവരാത്രി ആഘോഷങ്ങളോടും വ്രതാനുഷ്ഠാനത്തോടുമനുബന്ധിച്ച് ഒരുക്കിയ ബൊമ്മക്കൊലു സവിശേഷ പ്രാധാന്യമർഹിക്കുന്നതാണ്. വിശ്വാസങ്ങളുടെ ഒരു വലിയ പ്രതീകമാണ് ബൊമ്മക്കൊലു. തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ 9 പടികളിലായിട്ടാണ് ബൊമ്മക്കൊലു സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതിൽ വിവിധ തരം രൂപങ്ങളും പഴങ്ങളും മാതൃകകളുമാണ് ഉണ്ടാവുക. വിവിധ വർണ്ണങ്ങളിൽ ഏവരെയും ആകർഷിക്കുന്നവയാണ് ഇങ്ങനെ ഒരുക്കിവെച്ചിട്ടുള്ള ബൊമ്മക്കൊലുകൾ. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സകല ചരാചരങ്ങളിലും ദൈവിക സാന്നിധ്യമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ വിശ്വാസമാണ് ബൊമ്മക്കൊലു ഒരുക്കുന്നതിന് പിന്നിൽ. നവരാത്രി ഐതിഹ്യത്തെക്കുറിച്ച് പാർവതി നാരായണ അയ്യർ ചെയ്യും. ഈ 10 ദിവസം വയ്ക്കുന്നത് ഈ 10 അവതാരമായിട്ട് ദേവി സംഹാരം ചെയ്തിട്ടുണ്ട് അസുരന്മാരെ, 10 അസുരന്മാരെ. അതുകൊണ്ട് 10 ദിവസത്തിന് ഞങ്ങളിവിടെ എല്ലാം ചെയ്യും. അപ്പോൾ 10 ഇതുമുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. വിഷ്ണുവുണ്ട്, ദേവിയുണ്ട്, ഹനുമാനുണ്ട്, രാമരുണ്ട്, ഗണപതി, എല്ലാ ദൈവങ്ങളുമുണ്ട്. ആ 10 ദിവസം അവതാരം എടുത്തുകൊണ്ട് അത്രയും ചെയ്യുന്നുണ്ട്. അമാവാസി ദിവസം വൈകിട്ട് വെക്കുന്ന ബൊമ്മക്കൊലു വിജയദശമി നാളിലാണ് എടുക്കുക. അതുവരെ ഭക്തിനിർഭരമായ പൂജകളായിരിക്കും ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തുന്നത്. തളി ബ്രാഹ്മണ സമൂഹ മഠം ഹാളിൽ ഒരുക്കിയ ബൊമ്മക്കൊലു ദർശിക്കാനായി നിരവധി ഭക്തരാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നവരാത്രി ദിനങ്ങളിൽ വൈകിട്ട് 5 മുതൽ രാത്രി 9 വരെയാണ് ബൊമ്മക്കൊലു കാണാൻ ആളുകൾ എത്തുന്നത്. രാവിലെയും വൈകിട്ടും ബൊമ്മക്കൊലുവിൽ പ്രത്യേക പൂജയും നിവേദ്യവും നടത്തും. ബ്രാഹ്മണ ഗൃഹങ്ങളിലും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു ഒരുക്കാറുണ്ട്. തളി ബ്രാഹ്മണ സമൂഹത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന നവരാത്രി മഹോത്സവം ഒക്ടോബർ 13 മുതൽ 22 വരെയാണ് നടക്കുന്നത്. ഇതോടനുബന്ധിച്ച് സർവൈശ്വര്യത്തിനും സമ്പൂർണ്ണ ഫലപ്രാപ്തിക്കും വേണ്ടി ഞായറാഴ്ച ലളിതാ സഹസ്രനാമ ഹോമം, ലളിതാ സഹസ്രനാമാർച്ചന, ശാസ്താനടയിൽ ക്രമാർച്ചന എന്നിവയും വെള്ളിയാഴ്ച സ്ത്രീകൾക്ക് മാത്രമായി തിരുവിളക്ക് പൂജയും നടക്കും. സർക്കാർ ഉത്തരവുണ്ടായിട്ടും ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ല എന്ന് പരിവാർ സാരഥികൾ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ പരിവാറിന്റെ വാർഷിക ജനറൽ ബോഡി ഒക്ടോബർ 18-ന് കോഴിക്കോട് നടക്കുമെന്നും അവർ പറഞ്ഞു. മാനസിക വൈകല്യമുള്ള കുട്ടികളുടെ അഖിലേന്ത്യാ തലത്തിലുള്ള രക്ഷാകർതൃ സംഘടനയാണ് പരിവാർ. ഇന്ത്യയിലെ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പഠനം, പരിശീലനം, ക്ഷേമം, വികസനം, തൊഴിൽ, പുനരധിവാസം, കുടുംബശ്രീ സ്പെഷ്യൽ അയൽക്കൂട്ടം, ബുദ്ധിപരവും വളർച്ചാ സംബന്ധവുമായ പരിമിതികളാൽ ജീവന വെല്ലുവിളികൾ നേരിടുന്നവർ, അവരുൾപ്പെട്ട കുടുംബങ്ങളുടെ ശാക്തീകരണവും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുക തുടങ്ങിയവയും പരിവാറിന്റെ പ്രവർത്തനങ്ങളാണ് എന്ന് പരിവാർ സാരഥികൾ പറഞ്ഞു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പരിവാറിന്റെ ശാഖകളുണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റികളും 4 വ്യത്യസ്ത കേന്ദ്രങ്ങളിലെ മേഖലാ കമ്മിറ്റികളും പ്രവർത്തിക്കുന്നുണ്ട്. കോഴിക്കോട് പരിവാറിന്റെ ജനറൽ ബോഡി യോഗവും സെമിനാറും ഒക്ടോബർ 18-ന് ദേവഗിരി ആശാ കിരൺ സ്കൂളിൽ നടക്കും. നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ നിയമ സംരക്ഷണവും ലീഗൽ ഗാർഡിയൻഷിപ്പും, പരിവാറിന്റെ പങ്ക്, ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ, ഭിന്നശേഷിക്കാരുടെ സ്പെഷ്യൽ അയൽക്കൂട്ടം എന്നിവയിൽ ചർച്ചകൾ നടക്കും. കാലിക്കറ്റ് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ഉദ്ഘാടനം ചെയ്യും. സർക്കാർ ഉത്തരവുണ്ടായിട്ട് പോലും ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് കിട്ടേണ്ട തുക അർഹതപ്പെട്ടവർക്ക് ലഭ്യമാവാത്തതിൽ ഖേദമുണ്ടെന്നും പരിവാർ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ ഇടവേള. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു.
ബീച്ച് ആശുപത്രിയിൽ പുതിയ OP കെട്ടിട നിർമ്മാണം പുരോഗമിക്കുമ്പോഴും അനുവദിച്ച ഫണ്ട് തികയുമോ എന്ന ആശങ്കയിലാണ് അധികൃതർ. 1.5 വർഷമായി പരിഗണനയിലുള്ള പദ്ധതിയാണ് പുതിയ OP ബ്ലോക്ക്. കെട്ടിട നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ടെങ്കിലും അടിസ്ഥാന സൌകര്യങ്ങളുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ബീച്ച് ആശുപത്രിയിൽ പുതിയ OP ബ്ലോക്ക് കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിടം പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ടെങ്കിലും വൈദ്യുതി, വെള്ളം, ഫർണിച്ചർ എന്നിവയുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കെട്ടിടം പണി എന്ന് പൂർത്തിയാകുമെന്നും എപ്പോൾ ഉദ്ഘാടനം നടത്താനാകുമെന്നതിനെക്കുറിച്ചും ധാരണയില്ല. അനുവദിച്ച ഫണ്ട് തികയില്ലെന്ന് മാത്രമാണ് ഉറപ്പിച്ചു പറയാനാകുന്നത്. സ്വതവേ വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായ ആശുപത്രിയിലേക്കാണ് പുതിയ കെട്ടിടം കൂടി വരുന്നത്. നിലവിൽ 80 കിലോവാട്ട് ശേഷിയുള്ള ട്രാൻസ്ഫോമറാണുള്ളത്. എന്നാൽ 450 കിലോവാട്ട് വൈദ്യുതിയാണ് ആശുപത്രി ഉപയോഗിക്കുന്നത്. സബ്സ്റ്റേഷൻ പോലുള്ള പദ്ധതികൾ നടപ്പിലാകാതെ പ്രതിസന്ധിക്ക് പരിഹാരമാകില്ല. 1.5 വർഷമായി പരിഗണനയിലുള്ള പദ്ധതിയാണ് പുതിയ OP ബ്ലോക്ക്. 4 നില കെട്ടിടത്തിന്റെ താഴെ നിലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് NRHM ഫണ്ടിൽ നിന്ന് 1.35 കോടി രൂപ ഉപയോഗിച്ച് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിൽ നിന്ന് ആവശ്യമായ ഫണ്ട് ലഭിക്കാത്തതിനാൽ പുതിയ പദ്ധതികൾ തീർപ്പാക്കാൻ കഴിയുന്നില്ലെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. ദിവസേന 2000-ഓളം രോഗികൾ വരുന്ന ആശുപത്രിയുടെ OPയും അത്യാഹിത വിഭാഗവും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതോടെ ആശുപത്രിയുടെ സ്ഥലപരിമിതിക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ ദ്വിദിന ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന ധർണയ്ക്ക് തുടക്കമായി. നടക്കാവ് KSRTC റീജിയണൽ വർക്ക്ഷോപ്പിൽ നടന്ന ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി T. ദാസൻ ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ ക്ലാസ് പെർമിറ്റുകൾ സംരക്ഷിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, എംപാനൽ മിനിമം വേതനം 500 രൂപയാക്കുക, PSC നിയമനം ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. M. ബാലകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. T. ആനന്ദൻ, KSRTC എംപ്ലോയി അസോസിയേഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് P. അജിത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി P. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 18-ന് ട്രാൻസ്പോർട്ട് സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ഒക്ടോബർ 20-ന് പണിമുടക്ക് നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. നിങ്ങൾക്ക് പകൽ വെളിച്ചം പോലെ നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ വേണ്ടി കഴിയും. നിങ്ങൾ വർക്കേഴ്സ് യൂണിയന്റെ നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഇവിടുത്തെ കേരള മുഖ്യമന്ത്രിക്കും ഈ സമരമൊന്നുമില്ലാതെ നിങ്ങൾ DA മുഴുവനിതാ നിങ്ങൾ തൊഴിലാളികൾ പിടിച്ചോളൂ എന്ന് പറയാം. നിങ്ങൾക്ക് എന്താ ആനന്ദമില്ലാത്തത്? ഒരു പോരാട്ടം വരുന്ന മുറയ്ക്ക് മാത്രം എന്തെങ്കിലും പ്രഖ്യാപിക്കുകയും ആ പോരാട്ടമില്ലാത്ത സമയത്ത് നമ്മുടെ തൊഴിലാളികളെ കൊഞ്ഞിനും കുത്തുന്നതും ചെയ്യുന്ന ഈ വിഭാഗത്തെ തൊഴിലാളികൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓൾ ഇന്ത്യ വുമൺസ് കോൺഫറൻസ് സുവർണ കോഴിക്കോട് ശാഖ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ചാലപ്പുറം NSS കോളേജിൽ നടന്നു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ വിദഗ്ധർ സംസാരിച്ചു. AIWC പ്രസിഡന്റ് നിർമ്മല ഏറാടി അധ്യക്ഷയായിരുന്നു. ചാലപ്പുറം NSS കോളേജിൽ AIWCയുടെ ആഭിമുഖ്യത്തിലാണ് ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ പരിപാടി നടന്നത്. കോഴിക്കോട് CWRDMലെ പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഡോക്ടർ EJ ജോസഫ്, CM സുശാന്ത്, പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ A. ശ്രീവത്സൻ തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ AIWC പ്രസിഡന്റ് നിർമ്മല ഏറാടി അധ്യക്ഷയായിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ സുബ്രഹ്മണ്യൻ ആശംസാ പ്രസംഗം നടത്തി. AIWC സെക്രട്ടറി ലക്ഷ്മി രാജഗോപാൽ, ശൈലജ പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. ദൈവത്തിന്റെ അതേ ഛായയിലാണ് സൃഷ്ടിച്ചതെന്നുള്ളതാണ് എല്ലാ മതങ്ങളും കരുതുന്നതായി വിശ്വസിക്കുന്നതായി ഞാൻ കരുതുന്നത്. ഖുർആനിൽ പറഞ്ഞിരിക്കുന്നതും ഇന്ത്യൻ ക്രിയേറ്റഡ് മാൻ ഇൻ ദ ബെസ്റ്റ് ഓഫ് മോഡ്സ്, ഏറ്റവും നല്ല മോഡിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്നാണ്. അതായത് നന്മ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, ലോകത്തിൽ നന്മ പ്രവർത്തിച്ച് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റൻഷനോടുകൂടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. BSNL ജീവനക്കാർക്ക് 2013 മുതൽ നടപ്പിലാക്കിയ 78.2% ക്ഷാമബത്ത ലയനം പെൻഷൻകാർക്കും ബാധകമാക്കി പെൻഷൻ പരിഷ്കരിക്കണമെന്ന് ഓൾ ഇന്ത്യ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് വെച്ച് ആദ്യമായി നടക്കുന്ന സംഘടനയുടെ 3ാം ദ്വൈവാർഷിക സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. 2009 രൂപീകൃതമായ BSNL പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ അന്താരാഷ്ട്ര പെൻഷൻ സംഘടനയിലും അംഗമാണ്. 60,000-ൽ പരം പേർ ഇപ്പോൾ ഇതിൽ അംഗങ്ങളാണ്. സംഘടനയുടെ 3ാം ദ്വൈവാർഷിക സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 20-ന് കോഴിക്കോട് നടക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു.
1/10/2000-നും 30/6/2001-നും ഇടയിൽ റിട്ടയർ ചെയ്തവരുടെ പെൻഷൻ അനോമലി പരിഷ്കരിക്കുക, 2011 മുതൽ നിർത്തലാക്കിയ മെഡിക്കൽ അലവൻസ് പുനഃസ്ഥാപിക്കുക, കേന്ദ്ര ഗവൺമെന്റ് പെൻഷൻകാരുടെ അതേ മാതൃകയിൽ BSNL പെൻഷൻകാരുടെയും പെൻഷൻ പരിഷ്കരിക്കുക എന്നിവയും സുപ്രധാന ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി G. നടരാജൻ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിൽ വിവിധ സർവീസ് സംഘടനാ നേതാക്കൾ, ദേശീയ സംസ്ഥാന നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിക്കും. ഇന്ത്യൻ സംസ്കാരങ്ങളിൽ ശാസ്ത്രാവബോധത്തിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുമെന്ന് ജില്ലാ കളക്ടർ N. പ്രശാന്ത്. കോഴിക്കോട്ട് സ്വപ്നനഗരിയിൽ സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനം സംഘടിപ്പിക്കുന്ന സ്വാശ്രയ ഭാരത് ശാസ്ത്ര സാങ്കേതിക പ്രദർശനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വദേശി ശാസ്ത്ര പ്രസ്ഥാനവും ദേശീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രവും ചേർന്ന് നടത്തുന്ന ശാസ്ത്ര സാങ്കേതിക പ്രദർശനത്തിന് സ്വാശ്രയ ഭാരത് 2015 മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനത്തിൽ തുടക്കമായി. സ്വപ്നനഗരിയിൽ ഒക്ടോബർ 21 വരെ നീളുന്ന മേളയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ N. പ്രശാന്ത് നിർവഹിച്ചു. If you look back at the Indian history, probably we'll also be termed guilty of that attitude. Once upon a time, there is no doubt that we used to lead the world, not only economically but scientifically. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ M. ആനന്ദരാജ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ K. മുരളീധരൻ, ഡോക്ടർ K. ഗിരീഷ് കുമാർ, ഡോക്ടർ B. ശശികുമാർ, ഡോക്ടർ മനോജ് പദരിയ, ജയന്ത് സഹസ്രബുദ്ധെ, ഡോക്ടർ V.S. രാമചന്ദ്രൻ, ഡോക്ടർ ശിവാജി ചക്രവർത്തി, ഡോക്ടർ N. G. K. പിള്ള, ഡോക്ടർ M. P. പിള്ള, ഡോക്ടർ N. B. നരസിംഹ പ്രസാദ്, ഡോക്ടർ P. N. സുബ്രഹ്മണ്യൻ, ഡോക്ടർ R. ജലപ്രകാശ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, പ്രതിരോധ മേഖലയിലെ ഗവേഷണ കേന്ദ്രമായ DRDO, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ്, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നാളികേര വികസന ബോർഡ്, മലിനീകരണ നിയന്ത്രണ ബോർഡ്, കൃഷി വിജ്ഞാൻ, ഫിഷറീസ്, ONGC, KSEB, മെഡിക്കൽ കോളേജുകൾ, വാട്ടർ അതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ 120ഓളം സ്റ്റാളുകളാണ് മേളയിലുള്ളത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ഇന്ന് തീയതി 10 പെട്ടെന്നാവണം തീരുമാനം. അച്ഛാ, എനിക്ക് കല്യാണത്തിന് ഗോൾഡ് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് എന്ന് മതി. അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോണേ. മോക്ക് ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിലുള്ള ഉറപ്പ് എനിക്ക് ചെറുക്കന്റെ കാര്യത്തിലുണ്ട്. ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാവും. BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. For you, forever. Apollo Gold. കോഴിക്കോട്, തിരൂർ, മഞ്ചേരി, വടകര, കണ്ണൂർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ജെംസ്റ്റോൺ ജ്വല്ലറി ഫെസ്റ്റിവൽ. അമൂല്യരത്നങ്ങളും അൺകട്ട് ഡയമണ്ടുകളും കോർത്തിണക്കിയ ഓണപ്പൂക്കൾ പോലെ മനോഹരമായ ആഭരണങ്ങൾ. അണിയൂ ഓണത്തിന്റെ വർണ്ണപ്പൊലിമ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. വാർത്തകൾ തുടരുന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ലോക വൈറ്റ് കെയിൻ ദിനാചരണവും റാലിയും സംഘടിപ്പിച്ചു. ഒളവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുഗതൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ യൂണിറ്റും സൈക്കോ സ്പൈസസ് പന്തിരംഗവും സംയുക്തമായി 46ാമത് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കുന്നത്തുപാലം പരിസരത്ത് നിന്ന് വൈറ്റ് കെയിൻ റാലി സംഘടിപ്പിച്ചു. തുടർന്ന് പൊതുസമ്മേളനം നടന്നു. ഒളവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗതൻ സമ്മേളനം നല്ല ഒരു പെൻഷൻ തുകയും ഇനിയും വീടില്ലാത്തവർക്കുണ്ട് എങ്കിൽ അതിന്റെ നൂലാമാലകളും അതിന്റെ ചുവപ്പ് നാടകളും മാറ്റിക്കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് ആവശ്യമായ സംവിധാനങ്ങൾ നൽകാൻ ഒക്കെ തയ്യാറാവണം എന്നാണ് എനിക്ക് ഈ 46ാമത് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനാചരണത്തോടു കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിനോട് സഹായിച്ചുള്ള എന്റെ പ്രിയപ്പെട്ട സ്കൂൾ കുട്ടികൾ, അവരൊക്കെ തന്നെ വളരെ നല്ല വിശാല മനസ്സുകൾ. ഇന്നിപ്പോ ഇതിന്റെ പ്രസിഡന്റ് നൗഷാദ് സാറിനോട് പറഞ്ഞ സമയത്ത് പോലീസിനെ വിട്ടുതരാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തെരഞ്ഞെടുപ്പ്, ഗ്രാമപഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് പോലീസിന് വരാൻ വേണ്ടി കഴിയില്ല. ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സ്കൗട്ടിന്റെ കുട്ടികൾ ഇവിടെ വരികയും അവർ മാതൃകാപരമായ പ്രവർത്തനം നടത്തുകയും
നടത്തുകയും ചെയ്യുന്ന കുട്ടികളെ കൂടെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ചോലക്കൽ രാജേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംഘാടക സമിതി വൈസ് പ്രസിഡന്റ് ആർ രാജൻ, മുസ്തഫ വെള്ളരിക്കൽ, മോനുട്ടി, എ അബ്ദുൾ റഹീം, പി ജഗദീഷ്, പി ടി മുഹമ്മദ് മുസ്തഫ, കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രമണി കൃഷ്ണദാസ് വൈറ്റ് കെയർ വിതരണം ചെയ്തു. അന്ധരുടെ യാത്രാ സുരക്ഷിതത്തിന് കൈവരിയോടുകൂടിയ ഫുട്പാത്തുകൾ നിർമ്മിക്കുക, വികലാംഗ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, സ്വകാര്യ ബസ്സുകളിൽ പിൻവാതിലിലൂടെ കയറുമ്പോൾ ഇടതുഭാഗത്തുള്ള ആദ്യ സീറ്റ് തന്നെ അന്ധർക്കായി റിസർവ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം മുന്നോട്ട് വെച്ചു. കരിമ്പ്, അരിപ്പൊരി, ചോളപ്പൊരി എന്നിവയുമായി നവരാത്രി ആഘോഷ കച്ചവടം തകൃതി. കോഴിക്കോട് പാളയം തളി റോഡിലെ മിക്ക പൂജാ സ്റ്റോറുകളിലും നവരാത്രി വിപണിയും സജീവം. പാതയോരങ്ങളെല്ലാം കച്ചവടക്കാർ കൈയടക്കി കഴിഞ്ഞു. നാടും നഗരവും നവരാത്രി ആഘോഷ ഒരുക്കത്തിൽ. ഇത്തവണ 10 ദിനങ്ങളാണ് ആഘോഷങ്ങൾക്കായി ഉള്ളത്. അത്രയേറെ വർണ്ണാഭവും മാറ്റേറിയതുമായിരിക്കും നവരാത്രി ദിനങ്ങൾ. മലബാറിലെ ദേവീക്ഷേത്രങ്ങളിൽ നവരാത്രി പ്രത്യേക പൂജകൾ ആരംഭിച്ചു. വീടുകളിലും അമ്പലങ്ങളിലും നടക്കുന്ന പൂജകൾക്കാവശ്യമായ ദ്രവ്യങ്ങൾ വിപണിയിൽ ലഭ്യം. അവയിൽ പ്രധാനമാണ് കരിമ്പ്, അരിപ്പൊരി, ചോളപ്പൊരി, മലർ, അവിൽ, കൽക്കണ്ടം, മുന്തിരി, ശർക്കര തുടങ്ങിയവ. തമിഴ്നാട്ടിൽ നിന്നാണ് കരിമ്പും അരിപ്പൊരിയും ചോളപ്പൊരിയും പ്രധാനമായും എത്തുന്നത്. ഡിമാൻഡ് ഏറിയതോടെ കോഴിക്കോട്ടേക്ക് തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷത്തേക്കാൾ പൂജാദ്രവ്യങ്ങളുടെ വരവിൽ വർധനവുണ്ടായിട്ടുണ്ട്. സാധാരണ വിപണിയിൽ ഇതിന് വില കൂടാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. തമിഴ്നാട്ടിൽ കൃഷി കുറഞ്ഞതും യാത്രാക്കൂലി വർദ്ധിച്ചതും ഇതിന് കാരണങ്ങളായി ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി സാധനങ്ങളാണ് ഇത്തവണ വിപണിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ നവരാത്രി ആഘോഷ കച്ചവടത്തിന് ഭംഗമുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുകയാണ് കച്ചവടക്കാർ. സാധനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേനെക്കാട്ടി കൊല്ലം കൂടുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. വിലയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പിന് മാത്രമേ വില ജാസ്തിയുള്ളൂ, ബാക്കിയെല്ലാം കഴിഞ്ഞ കൊല്ലത്തെ അതേ റേറ്റ് തന്നെയായിരുന്നു. കോഴിക്കോട്ടെ പാളയം തളി റോഡിൽ പൂജാദ്രവ്യങ്ങൾക്കായി പ്രത്യേക സ്റ്റാളുകൾ തുറന്നിട്ടുണ്ട്. നവരാത്രി ദിനങ്ങളിൽ നടക്കുന്ന പൂജകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും ഏറെ പ്രാധാന്യവുമുണ്ട്. കോഴിക്കോട്ടെ പ്രധാന ദേവീക്ഷേത്രങ്ങളായ അഴകൊടി ദേവീക്ഷേത്രം, വളയനാട് ദേവീക്ഷേത്രം, കൊയിലാണ്ടി കൊല്ലം പിഷാരികാവ്, പന്നീങ്ങര ദുർഗാ ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നവരാത്രിയോടനുബന്ധിച്ച് പ്രത്യേക പൂജകളും പരിപാടികളും നടന്നുവരുന്നുണ്ട്. വിടചൊല്ലലും ക്ഷമചോദിക്കലും കുറ്റമേറ്റുപറച്ചിലും ഒടുവിൽ കാലിൽ തൊട്ടു വന്ദിക്കലുമായി കോഴിക്കോട് കോർപ്പറേഷന്റെ അവസാന യോഗം വികാരനിർഭരമായി. അടിയന്തര പ്രമേയം, ശ്രദ്ധ ക്ഷണിക്കൽ തുടങ്ങി പതിവ് കോലാഹലമൊന്നുമില്ലാതെ തികച്ചും സൌഹാർദ്ദ അന്തരീക്ഷത്തിൽ 75 കൌൺസിലർമാർ വിടചൊല്ലി പിരിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷന്റെ അവസാന കൌൺസിൽ യോഗം കഴിഞ്ഞ 5 വർഷത്തെ കൌൺസിൽ യോഗങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി. പരസ്പരം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി കോഴിക്കോടിന്റെ സൌഹൃദ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് ഇരു മുന്നണിയിൽ നിന്നുള്ള കൌൺസിലർമാർ വിടവാങ്ങൽ പ്രസംഗം നടത്തി. അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പപേക്ഷിച്ചും സഹകരണങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുമാണ് ഭൂരിപക്ഷം പേരും പ്രസംഗിച്ചത്. ഈ കൌൺസിലിന്റെ തുടക്കം മുതൽ മേയർ എ കെ പ്രേമജവുമായി കലഹിച്ചിരുന്ന കോൺഗ്രസിലെ CS സത്യഭാമ തന്റെ പ്രസംഗത്തിൽ മേയറോട് മാപ്പപേക്ഷിച്ചു. നിലവിലുള്ള 75 കൌൺസിലർമാരിൽ ചുരുക്കം പേർ മാത്രമേ ഇരു മുന്നണികളിൽ നിന്നുമായി ഇത്തവണ മത്സരരംഗത്തുള്ളൂ. കഴിഞ്ഞ 15 വർഷക്കാലം ഡെപ്യൂട്ടി മേയറായിരുന്ന PT അബ്ദുൽ ലത്തീഫും 2 തവണയായി 7.5 വർഷക്കാലം കോഴിക്കോടിന്റെ മേയറായിരുന്ന A K പ്രേമജവും UDF കക്ഷി നേതാക്കളായ MT പത്മയും K മുഹമ്മദ് അലിയുമെല്ലാം ഇത്തവണ മത്സരരംഗത്തില്ലെന്നും വിടവാങ്ങൽ യോഗത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ 5 വർഷത്തെ കൌൺസിൽ യോഗങ്ങളിൽ ഏറ്റവുമധികം സംഘർഷഭരിതമാക്കിയിരുന്നത് UDF ഉപനേതാവ് K മുഹമ്മദ് അലി പ്രസംഗിക്കുമ്പോഴായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഏറ്റവും വികാരഭരിതമായി പ്രസംഗിച്ച K മുഹമ്മദ് അലിയെ തടസ്സപ്പെടുത്താൻ ആരുമുണ്ടായിരുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരൻ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ഭരണത്തെക്കുറിച്ചുമാണ്. എന്നാൽ ഒരു നല്ല ഭരണാധികാരി ചിന്തിക്കുക വരും തലമുറയെക്കുറിച്ചായിരിക്കും. ഇതിൽ ഏതാണ് ഇവിടെ സംഭവിച്ചതെന്ന് കോഴിക്കോടിന്റെ മനസാക്ഷിക്ക് വിടുകയാണെന്ന് പറഞ്ഞാണ് മുഹമ്മദ് അലി തുടങ്ങിയത്. ഓർമ്മകൾ മരിക്കുമോ എന്ന കവിതാശകലം അനുസ്മരിച്ചാണ് മേയർ A K പ്രേമജം തന്റെ വിടവാങ്ങൽ പ്രസംഗം തുടങ്ങിയത്. നല്ല ഓർമ്മകൾ ഒരിക്കലും മരിക്കില്ലെന്നും അവർ പറഞ്ഞു. 51 വർഷം മുൻപ് കണ്ണൂരിൽ നിന്ന് കോളേജ് അധ്യാപികയായി കോഴിക്കോട്ടെത്തിയതു മുതൽ സത്യത്തിന്റെയും സ്നേഹത്തിന്റേതും മാത്രമായ ഈ നഗരം തനിക്ക് സമ്മാനിച്ചത് നല്ല ഓർമ്മകൾ മാത്രമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. പ്രക്ഷുബ്ധവും സംഭവബഹുലമായിരുന്നു 5 വർഷത്തെ കൌൺസിൽ യോഗങ്ങൾ. എന്നിരുന്നാലും കൌൺസിൽ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതെല്ലാം മറന്ന് സൌഹൃദം പങ്കുവയ്ക്കാൻ കഴിഞ്ഞിരുന്നുവെന്നത് വലിയ നേട്ടമാണ്. എല്ലാ നേട്ടങ്ങൾക്കും നന്ദി പറയാനുള്ളത് കോഴിക്കോട്ടെ ജനങ്ങളോടാണെന്നും അവർ കൂട്ടിച്ചേർത്തു. CP മുസാഫിർ അഹമ്മദ്, സക്കറിയ P ഹുസൈൻ, NC മോയിൻകുട്ടി, K ശ്രീകുമാർ, PV അവറാൻ, ജാനമ്മ കുഞ്ഞുണ്ണി, O സദാശിവൻ, T മൊയ്തീൻ കോയ, KP അബ്ദുള്ള കോയ, അനിത രാജൻ, T രജനി, P കിഷൻ ചന്ദ്, CK രേണുകാദേവി, OM ഭരദ്വാജ്, KT ബീരാൻ കോയ, ജലജ, AV അൻവർ, K സൌദാമിനി, P ദേവരാജ്, K ദേവകി, കോയ മൊയ്തീൻ, കവിത അരുൺ, M രാധാകൃഷ്ണൻ, MP ഹമീദ്, K ബാലഗോപാൽ, M ശ്രീധരൻ, V സുധീർ, CP സലീം, P ഉഷാദേവി, VK മോഹൻദാസ്, EM സോമൻ, KV ബാബുരാജ്, K സത്യനാഥൻ, ലിംന സുരേഷ്, ഡെപ്യൂട്ടി മേയർ PT അബ്ദുൽ ലത്തീഫ്, MT പത്മ, M മോഹനൻ എന്നിവർ സംസാരിച്ചു.
മോദി സർക്കാരിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും കോർപ്പറേറ്റുകളുടെ കൂടെയാണ് മോദിയെന്നും മന്ത്രി ആര്യാടൻ മുഹമ്മദ്. പന്തിരാങ്കാവ് കച്ചേരിക്കുന്ന് കോൺഗ്രസ് ഭവൻ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സി അബ്ദുൾ കരീം അധ്യക്ഷനായിരുന്നു. മോദി സർക്കാരിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്നും കോർപ്പറേറ്റുകളുടെ കൂടെയാണ് നരേന്ദ്രമോദിയെന്നും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് കച്ചേരിക്കുന്ന് കോൺഗ്രസ് ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോൺഗ്രസ് എന്ന് പറയുന്നത് നമുക്കറിയാം, കോൺഗ്രസ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയത് കോൺഗ്രസാണ് ഭരണഘടനയുണ്ടാക്കിയത്. കോൺഗ്രസാണ് ഇന്ന് ഈ കാണുന്ന രാജ്യത്തിന്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ടാക്കിയത്. ആ കോൺഗ്രസാണ് മഹാത്മാഗാന്ധിജി ഉദ്ദേശിച്ച കോൺഗ്രസ്. അതാ ആ കോൺഗ്രസാണ് ഇന്ന് ഈ രാജ്യത്ത് കാണുന്ന എല്ലാ ഉയർച്ചക്കും വളർച്ചക്കും വികസനത്തിനും കാരണക്കാർ. ആ കോൺഗ്രസ് നശിക്കാൻ പാടില്ല, നശിക്കുകയുമില്ല എന്നുള്ളതാ. തൽക്കാലം നമ്മളൊന്ന് തോറ്റു, ഇതിനു മുമ്പ് തോറ്റിട്ടുണ്ട്. തോറ്റപ്പോഴെല്ലാം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണത്തെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇത് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാത്തൊരു ഗവൺമെന്റാണ്. ഇപ്പോൾ പാവങ്ങളുടെ കാര്യത്തിൽ മാത്രം താല്പര്യമില്ല. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ BJPക്കാർ അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. അവർ അധികാരത്തിൽ വരാൻ വേണ്ടി പറഞ്ഞത് വിദേശത്ത് കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിൽ കോടി ഉറുപ്പിക കള്ളപ്പണം ഇന്ത്യക്കാരുടേതുണ്ട്, അത് കൊണ്ടുവന്ന് 100 ദിവസം കൊണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓരോരുത്തർക്കും 15 ലക്ഷം വെച്ച് കൊടുക്കും എന്നാ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ, 100 ദിവസം കഴിഞ്ഞ് 1.5 വർഷമായി ഒരാൾക്ക് 15 ലക്ഷം പോയി 1 ഉറുപ്പിക കൊടുത്തത് പറയാൻ ആർക്കും സാധിക്കുകയില്ല. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദിനേശ് പെരുമണ്ണ മുഖ്യാതിഥിയായിരുന്നു. കച്ചേരിക്കുന്ന് യൂണിറ്റ് പ്രസിഡന്റ് സി അബ്ദുൾ കരീം അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച VT സമീറിനെയും ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് GC പ്രശാന്ത് കുമാർ, യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് കമ്മിറ്റി പ്രസിഡന്റ് PP നൌഷീർ, ബാബു കിണാശ്ശേരി, INTUC ജില്ലാ സെക്രട്ടറി MK ബീരാൻ, മാങ്കാവ് മണ്ഡലം പ്രസിഡന്റ് ഋഷിൽ ബാബു, C കൃഷ്ണൻകുട്ടി, മനക്കൽ ശശി, PP സന്തോഷ് കുമാർ, P സുരേന്ദ്രൻ, സുധീപൻ, PR രമേശ്, KPR പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തെ ഫാക്ടറി നിയമ ഭേദഗതി ഉടൻ നടപ്പാക്കുമെന്ന് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ P പ്രമോദ് പറഞ്ഞു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ പുരോഗതിക്ക് തടസ്സമാകുന്ന നിയമങ്ങൾ കേന്ദ്ര സർക്കാർ പരിഷ്കരിക്കുകയാണെന്ന് സംസ്ഥാന ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡയറക്ടർ P പ്രമോദ് പറഞ്ഞു. വ്യവസായങ്ങൾക്ക് പലപ്പോഴും തടസ്സമാകുന്നത് കർശന നിയമങ്ങളാണ്. അതിൽ കാലോചിതമായ മാറ്റം വരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രൊസീജിയർ വളരെ സിമ്പിളാണ്. ലൈസൻസിങ്ങും മറ്റുള്ള വർക്കേഴ്സിന്റെ നിയമമുള്ള പോലെയുള്ള പ്രൊസീജിയർ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് ലൈസൻസിങ് നേരിട്ട് തന്നെ കൊടുക്കാം, ആപ്ലിക്കേഷൻ കൊടുക്കാം. മറ്റുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പെർമിറ്റോ അങ്ങനെയുള്ള ഇതൊന്നും അതിന് ആവശ്യമില്ല. ആ ഒരു പ്രൊസീജിയർ മാത്രം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള കേസിൽ അപ്പൊ ഇതാണ് ഇപ്പൊ നിലവിലുള്ളത്. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് C മോഹൻ അധ്യക്ഷത വഹിച്ചു. ഐഡന്റിറ്റി കാർഡ് വിതരണം അലോക് കുമാർ സാബു PV ചന്ദ്രന് നൽകി ഉദ്ഘാടനം ചെയ്തു. A ശ്യാം സുന്ദർ, MA മെഹബൂബ് എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കാലിക്കറ്റ് കോ ഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന പരിപാടി ഒക്ടോബർ 20 ഗവർണർ P സദാശിവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് സാരഥികൾ പറഞ്ഞു. 1915 ജൂൺ 6 147 മെമ്പർമാരും 1075 രൂപ ഓഹരി മൂലധനത്തോടെയുമാണ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത്. ശതാബ്ദി ആഘോഷ സമാപന പരിപാടിയിൽ മേയർ, MP, MLA മാർ, സഹകരണ രജിസ്ട്രാർ എന്നിവരും പങ്കെടുക്കുമെന്നും ബാങ്ക് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് മാവൂർ റോഡിൽ KSRTC ബസ്സിന് തീപിടിച്ചു. ബൈക്കിനെ മറികടന്നു വന്ന ബസ് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് അപകടം. ബീച്ച് ആശുപത്രിയിൽ പുതിയ OP കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. പ്രതിഷേധ സമരങ്ങൾക്കൊരുങ്ങി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റീജിയണൽ വർക്ക്ഷോപ്പിൽ ധർണ.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.